ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലാണ്. വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡാണല്ലോ ആതിരപ്പള്ളി ടു വാൽപ്പാറ, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് പിന്നെ ഇവിടെ വാൽപ്പാറയിലെത്തിയിട്ടാണെങ്കിലും കുറേ പ്ലേസസ് ഉണ്ട് പോകാൻ വേണ്ടി. നല്ല മുടി വ്യൂ പോയിൻ്റ്, പിന്നെ നെറാർ ഡാം, അതിൻ്റെ കുറേ പ്ലേസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ നല്ല മുടി വ്യൂ പോയിൻ്റ് നല്ല ഒരു പ്ലേസാണ്. അങ്ങോട്ടുള്ള റൂട്ടും അടിപൊളിയാണ്. രണ്ട് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് പോകണം. വലിയ വീതിയൊന്നുമില്ല, എത്ര റോഡാണ്, പക്ഷേ വലിയ തിരക്കൊന്നുമില്ല റൂട്ടിൽ. പിന്നെ അവിടെ നിന്ന് ചെന്നിട്ടാണെങ്കിൽ പോലും 10-20 പാസ്സൊന്നും അങ്ങോട്ട് കയറി പോകണം. അവിടെ നിന്ന് നടന്ന് ഒരു 1/2 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ടാവും. അതും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു മണ്ണിട്ട വഴിയാണ്. നടന്ന് തന്നെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. നല്ല രസമാണ്. പക്ഷേ നടക്കുന്നതും അതൊക്കെ, പിന്നെ അവിടുത്തെ ആ വ്യൂ കാണുന്ന വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. നല്ല തെളിഞ്ഞ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് മൂന്നാറിൻ്റെ ആനമുടിയോ അതൊക്കെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പോയപ്പോൾ പലപ്പോഴും നല്ല മഞ്ഞുള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങോട്ട് പോകണമെങ്കിൽ. ലാസ്റ്റ് ടൈം പോയപ്പോഴെങ്കിലും ഇങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല പ്ലേസാണ്. കുറേ നേരം അവിടെ നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഒരുപാട് വലിയ തിരക്കുള്ള ഏരിയാസൊന്നുമില്ല. ഒരുപാട് ആളുകളൊന്നും വരുന്നില്ല. വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആളുകളുണ്ടാവും, അല്ലാതെ എന്നാലും കുറവായിരിക്കും. അല്ലാത്ത ദിവസങ്ങളൊന്നും ആളുകളെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയി കുറേ നേരം നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ലൊരു പ്ലേസാണ്. പിന്നെ അതിൻ്റെ മേലൊരു ചെറിയ ചായക്കട നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചെറിയ സ്നാക്സും ചായയൊക്കെ കിട്ടും. അതും വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. എന്നാലും ഇവിടെ വരുമ്പോൾ അവിടെ വന്ന് പോകാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം നല്ലൊരു പ്ലേസാണ്. ഒരുപാട് ആളുകൾ ചെല്ലാത്ത, എനിക്ക് ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, പല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് നല്ല മുടി വ്യൂ പോകാനാണ്. ഇത്തവണ എന്തായാലും നല്ല മുടി പോകാനായിട്ട് ഞാൻ പോയില്ല. കാരണം വൈകിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ നാമക്കൽ എത്തണം. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് പോകും. അതുകൊണ്ടാണ്. പിന്നെ കൊല്ലിമല നാളെ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ജസ്റ്റ് ഇത്തവണത്തേക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴെന്ന് വെച്ചാൽ വാൽപ്പാറ എത്തിയപ്പോഴത്തേക്കും വെയിലൊക്കെ ആയി. ആതിരപ്പള്ളിയിൽ നിന്ന് ആതിരപ്പള്ളി എത്തുന്നത് നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മഴ ഇത്തിരി കുറഞ്ഞെങ്കിലും മഴയുണ്ടായിരുന്നു. നനഞ്ഞ കോട്ടൊക്കെ ഇട്ടാണെന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും വെയിലൊക്കെ ആയി. അങ്ങനെ കോട്ടൊക്കെ ഊരിയിട്ട് ഞാൻ പൊള്ളാച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമറ്റൊക്കെ ആണെങ്കിലും ചൂട് വന്നുകൊണ്ട് നല്ല എത്രയോ നേരം തണുത്ത് വരച്ചാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട്. നല്ല ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാൽപ്പാറയുന്ന പൊള്ളാച്ചി മെയിൻ റോഡിലോട്ട് കയറി. ഇവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ, പ്രത്യേകിച്ച് തമിഴ്മാരെ വണ്ടി ഓടിക്കുന്ന ബൈക്കുകളൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഡേഞ്ചറായിട്ട് ഓടിക്കാറുണ്ട്. നമ്മൾ നമ്മളെല്ലാവരെയും ശ്രദ്ധിച്ച് ഓടിക്കുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ അതെ അവരെ ഇടയ്ക്ക് ഇത്ര റോഡിന് വലിയ വീതിയൊന്നുമില്ല, പക്ഷെ നമുക്ക് സേഫായിട്ട് പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർ ലെഫ്റ്റിലൂടെയും റൈറ്റിലൂടെയൊക്കെ എന്താ പറയുക ഡേഞ്ചറായിട്ട് അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. നമ്മൾ സേഫായിട്ട് ഞാനൊരു പല പ്രാവശ്യം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവങ്ങളിലൊക്കെ മൃഗങ്ങളുടെ ഇടയ്ക്ക് ശല്യം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കുക. ഇപ്പോഴാണിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് നല്ല മഞ്ഞോ അല്ലെങ്കിൽ മഴയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 2 വണ്ടികൾ പോയി നന്നായിട്ട് നനഞ്ഞ വണ്ടികൾ പോയത്. അപ്പോൾ അവിടെ എവിടെയോ മഴ നനയുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ റോഡിലാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. ഇതുവരെ കണ്ടിട്ട് തിരക്കൊന്നുമില്ല. ഇടയ്ക്ക് ചില വണ്ടികൾ വരെങ്കിലും ഡേഞ്ചറായിട്ട് വരെങ്കിലും കുഴപ്പമില്ല. വലിയ തിരക്ക് കിട്ടിയും അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവാറില്ല. ഇതുവരെയും കണ്ടിട്ടില്ല. ഈ ഭാഗത്തൊക്കെ പുലികളുടെ ശല്യം ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ പറയണ നല്ല മുടി പോകാനില്ലേ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടേക്ക് പുലികളുടെ ശല്യം പണ്ടുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് പോയപ്പോൾ അങ്ങനെ കണ്ടില്ല. ആനകളെ കാണാൻ പറ്റിയായിരുന്നു. എന്തായാലും ഈ വഴിക്കൊന്നും അങ്ങനെ ശല്യങ്ങളില്ല.
എന്തായാലും മഴയുടെ കാര്യം പറഞ്ഞാണല്ലോ, ജസ്റ്റ് മഴയൊക്കെ കിട്ടി തുടങ്ങി. ചെറിയ മഴയാണ് ഇപ്പോൾ. എന്തായാലും കുറച്ചുകൂടി പോയി നോക്കാം. നല്ല മഴ പെയ്യുവാണെങ്കിൽ കോട്ട എടുത്ത് തരണം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, വീട്ടിൽ നിന്ന് ജസ്റ്റ് ചായ കുടിച്ച് ഇറങ്ങിയതാണ്. ഇനി എവിടെയെങ്കിലും കയറി ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷെ ഇപ്പോൾ നല്ലതാണ്. ചെറിയ മഴയാണെങ്കിൽ പോലും റൂട്ട് അടിപൊളിയാണ് കേട്ടോ. വലിയ മഴ പെയ്ത പണിയാണ്. ചെറിയ മഴയാണെങ്കിൽ ഒക്കെ നനഞ്ഞു പോകുന്ന ഒരു പ്രത്യേക വൈബാണ്. പിന്നെ അല്ല, ചെറിയ മഴയാണെങ്കിൽ പോലും നമുക്ക് വലിയ മഞ്ഞുണ്ടാവില്ല. മൂടൽ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ കോടമഞ്ഞ് കാരണം മൂടി പുതച്ച് കിടക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാനും പറ്റില്ല. ചെറിയ മഴയാണെങ്കിൽ ക്ലിയറാണ്. പിന്നെ നമുക്ക് മഴയാണെങ്കിൽ വെയിലൊന്നും ഇല്ല, തന്നെ ചൂടും ഇല്ല, അടിപൊളിയാണ്. മഴ കൂടി വരുന്നുണ്ട്. മിക്കവാറും പണി കിട്ടുമെന്ന് തോന്നും. കോട്ട് ഇടേണ്ടി വരും, എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എന്തായാലും കുറച്ചുകൂടി ഇങ്ങനെ പോയി നോക്കട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ 40 ഹെയർ പിന്നുണ്ടല്ലോ. ഓരോ ഹെയർ പിന്നിനും ഓരോ പേര് വന്നിട്ടുണ്ട്. ഓരോ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ പേരാണ്. ടൈഗർ ഹെയർ പിൻ ബെൻഡ്, പിന്നെ അങ്ങനെ 2-3 കണ്ടു, ഹോൺബില്ല്, പിന്നെ മൈന, അങ്ങനെ ഹെയർ പിൻ ബെൻഡ് കുറേ എണ്ണങ്ങൾ കണ്ടു. അതൊരു നല്ലതാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നേരത്തെ 1/40, 2/40 അങ്ങനെ അല്ലേക്കണം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ വലിയ ഫ്ലെക്സ് വെച്ചിട്ട് മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പേര് വെച്ചിട്ട് ആ ഹെയർ പിന്നിന് ഓരോ പേര് വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഹെയർ പിൻ ബെൻഡ് വരുന്നുണ്ട്, ടൈഗർ ഹെയർ പിൻ ബെൻഡ്, കൊള്ള അടിപൊളിയായിട്ടുണ്ട്. അവസാനം കോട്ടിടേണ്ടിരുന്നു. നല്ല മഴയാണ്, അപ്പോൾ കോട്ടിടാതെ രക്ഷയില്ല. നല്ല നനയുന്നുണ്ട്. എന്തായാലും കോട്ടൊക്കെ കിട്ടും. പക്ഷെ മഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് മഴയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഹെയർ പിൻ ബെൻഡ് ഓരോന്നോരോ പേര് വെച്ച് തന്നിട്ടില്ലേ, അതായത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ടെ നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോ ശ്രദ്ധിച്ച് കണ്ടുപോയാൽ മതി കേട്ടോ. ഒരു കട്ടർ കണ്ടു, ആദ്യമായിട്ടാണ്. കണയ റോഡുകളൊന്നും അങ്ങനെ കട്ട ഉണ്ടാവാറില്ല. നല്ല വഴിയാണ് ഇപ്പോഴും. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണല്ലോ. നല്ല ഇതിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. മഴയാണെങ്കിലും കുഴപ്പമില്ല, ഈ മഞ്ഞൊക്കെ അത് വേറെ ഒരു എൻജോയ്മെൻറ്റ്. ഞാൻ ആദ്യമായിട്ടില്ല ഈ റൂട്ട് വരുമ്പോൾ ഇതുപോലെ മഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റ് ടൈമാണ്. എനിക്കിപ്പോഴും വെയിൽ കൊണ്ടാണ് ഇതിൽ പോരാറുള്ളത്. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്ടോ, അടിപൊളി വൈപ്പ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പ്രാവശ്യം വന്നത്, ഇതുവരെ ഒരു മഞ്ഞുള്ള ടൈം ഇതുവരെ വന്നിട്ടില്ല. ഒരു റൈറ്റ് സൈഡിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഇത്ര മണിക്ക് ഒരു ഷോപ്പ് ഒന്നുമില്ല, ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് അത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മരങ്ങളുടെയൊക്കെ ഫുള്ള് വെട്ടി നിർത്തിയേക്കോ, എല്ലാം കാണാൻ ഭംഗിയുണ്ട്. അടിപൊളിയാട്ടോ, കാരണം നല്ല മഞ്ഞുണ്ട്, നല്ല ചെറിയ മഴയുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കുക അത് ഇല്ലാത്തൊരു സൂപ്പർ എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ വയ്യ. ഫ്രണ്ടിലൊരുത്തമുണ്ട്, അവൻ എന്ത് സ്പീഡിലാണ് ഓടിക്കുന്നത്.
പക്ഷേ റോഡ് നല്ല വീതിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയൊക്കെ വീക്കെൻഡാണ്, എന്നിട്ടും വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും ഈ സ്ഥലമൊക്കെ കണ്ടിട്ടേ മാറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സ്ഥലം കണ്ട നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടുണ്ട് ഈ ഒരു പ്ലേസ്. ഈ റൈറ്റ് സൈഡിൽ ഇനി ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയിട്ട് ഇവിടെ അങ്ങനെ തന്നെ ചായ കുടിച്ചില്ല. പക്ഷെ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് റീൽസ് വന്നിട്ടുള്ളൊരു ഏരിയയാണിത്. എന്താ മഞ്ഞാണ് അടിപൊളി. ഇനി ഇവിടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ചെറിയൊരു ചായ കടയാണെങ്കിൽ ചായ കുടിച്ച് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പക്ഷെ നമ്മുടെ കഷ്ടകാലത്ത് ചായക്കട പോലും ഈ ടൈമിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടെയൊക്കെ. പക്ഷേ മഞ്ഞുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ലൊരു വ്യൂ ആണ്, കാണാൻ പറ്റില്ല. സാധാരണ മഞ്ഞ കൊണ്ട് അപ്പുറത്തെ ആ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ റോഡും സൂപ്പറായിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സൂപ്പറായിട്ട് കിട്ടും. കുറേയൊക്കെ നമ്മുടെ ഡ്രസ്സ് ഷൂ ഒക്കെ ആണെങ്കിൽ നനഞ്ഞ മഹാവൃത്തിയായിട്ട് ഉണ്ടാക്കും. എന്നാലും ഈ മഴയത്ത് റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അത് നമുക്ക് എന്തായാലും കിട്ടില്ല. ഇത്രയൊക്കെ ഷൂ നനഞ്ഞാലും നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാമല്ലോ. കൈയൊക്കെ നനഞ്ഞ് വിറയ്ക്കും, എന്നാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് അത് വലിയൊരു സംഭവം തന്നെയല്ലേ. അപ്പം നനഞ്ഞാലും കുഴപ്പമില്ല. ചെരുപ്പൊക്കെ ആണെങ്കിലും പോലെ തണുത്ത് വിറയ്ക്കും. പിന്നെ ചെളിയൊക്കെ പറ്റി ആകെ ഡ്രസ്സൊക്കെ അങ്ങനെ വൃത്തിയിടാവും, എന്നാലും കുഴപ്പമില്ല. ഈ മഴയത്ത് ഇതൊരു റൈഡ് കിട്ടിയല്ലോ, അതിനൊരു വലിയൊരു ഭാഗ്യമായിട്ട് വരും. അപ്പോൾ ഈ ടൈമിലൊക്കെ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ ഒരു മഴയുള്ള സീസൺ അവിടെ വന്നിട്ട് പോകും, സൂപ്പറാക്കി പൊളിക്കും. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്യാമറയൊക്കെ വെള്ളം കയറി അടിച്ചു പോയാലേ ഇത്ര റിസ്ക്കാണ്. അപ്പോൾ എന്താ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മഴ നമ്മളെ ചതിച്ചെങ്കിലും ഒരു നല്ല റൈഡ് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.